ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ വളരെയേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഈ ഇടവകയുടെ വികാരി, മലങ്കര സഭയുടെ വിവിധ വേദികളെ അനുഗ്രഹകരമാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന വന്ദനായ ജോജി കെ ജോയി അച്ഛൻ, ഈ സായം സന്ധ്യയെ അനുഗ്രഹവും മനോഹരവുമാക്കി തീർത്ത ഇടവകയുടെ ഗായക സംഘ അംഗങ്ങളെ, ഈ ശുശ്രൂഷകളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, ദൈവജനമേ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹവന്ദനം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനേ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിഥ്യാനികളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. തലകളെ വണങ്ങാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹീതമാകുന്ന ഈ സായം സന്ധ്യയുടെ സന്ധ്യായാമത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ തൃപ്പാദത്തിലായിരിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ അവിടുന്ന് ഒരുക്കിയിരുന്നു. നിന്റെ കൃപയിൽ ഞങ്ങളെ അവിടുന്ന് മറച്ചു കൊടുക്കണമേ. ദൈവമേ, നിന്റെ ജനത്തിന് നിന്റെ വചനത്തെ ഖണ്ഡിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അടിയന്റെ നാവിനെ നീ അവിടുന്ന് ബലപ്പെടുത്തണമേ. കേൾക്കുന്ന ഹൃദയങ്ങളെ തമ്പുരാനെ സുഹൃതമുള്ള ഹൃദയവും രൂപാന്തരത്തിന്റെ അനുഭവമാക്കി നീ അവിടുന്ന് മാറ്റിത്തീർക്കണമേ. ആയതിനങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. വീണ്ടും ഒരിക്കൽ കൂടി ഈ പരിശുദ്ധമാകുന്ന ആലയത്തിൽ ആയിരിക്കുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ ഖണ്ഡിച്ച് നൽകുവാൻ തക്കവണ്ണം സർവശക്തൻ ഒരുക്കി തന്ന വൻ കൃപയ്ക്കായിട്ട് ആദ്യം തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, സ്തുതിക്കുകയാണ്. പ്രബോധന ശുശ്രൂഷ എന്നാണ് ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. പ്രബോധനം ധ്യാനാത്മകം ആയിരിക്കണം. ഈ അടുത്തിടയ്ക്ക് വായിക്കുവാനായിട്ട് കഴിഞ്ഞു. മെഡിറ്റേഷനെ പറ്റി, ധ്യാനത്തെ പറ്റിയാണ് വായിച്ചത്. മെഡിറ്റേഷൻ ഈസ് ലുക്കിംഗ് ഇൻവേർഡ്. കുറച്ചുകൂടി ഭംഗിയായിട്ട് അതിന്റെ മലയാള വിവർത്തനം കൂടി വായിച്ചു. ഉള്ളിലേക്ക് മിഴി തുറക്കുന്ന അഭ്യാസമാണ് ധ്യാനം എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് മിഴി തുറക്കുന്ന അഭ്യാസം. ഈ സന്ധ്യയുടെ യാമത്തിൽ നമ്മുടെ ഉള്ളങ്ങൾ തുറക്കുവാനായിട്ട് കഴിയണം. ഉള്ളങ്ങൾ കാണുവാനായിട്ട് കഴിയണം. ഈ സന്ധ്യയിൽ ഞാൻ നിങ്ങളെ ഒരു യാത്ര കൊണ്ടുപോവുകയാണ്. യാത്ര എന്ന് പറയുമ്പോൾ സാധാരണയായി നാം വിചാരിക്കും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഫിസിക്കലായിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ല, പിന്നെയോ ചിന്താതലങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. യഥാർത്ഥത്തിൽ ചിന്താതലങ്ങളിലൂടെയുള്ള യാത്രയ്ക്ക് നമുക്ക് കൊടുക്കുവാൻ പറ്റുന്ന
ദൈവത്തിന്റെ ജനമേ, പരിശുദ്ധിയായ ദൈവമാതാവിന്റെ ഈ പെരുന്നാളിൽ നാം ആയിരിക്കുമ്പോൾ സുഹൃതമുള്ള ജീവിതത്തിന് മാതൃകയായിരിക്കുന്ന പരിശുദ്ധിയായ മാതാവിന്റെ അനുഗ്രഹീതമാകുന്ന സാന്നിധ്യം നമുക്ക് നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രതിസന്ധികൾ സാധാരണയായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പ്രതിസന്ധികൾക്ക് രണ്ട് പരിഹാരങ്ങൾ രണ്ട് ഡയമെൻഷനിൽ പറയുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് either you turn back. പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ either you turn back or make it a turning point. Either you turn back or make it a turning point. പ്രതിസന്ധികൾക്ക് മുഖം തിരിഞ്ഞ് നടക്കും ചിലപ്പോൾ, അല്ല എങ്കിൽ ജീവിതത്തെ തന്നെ ഒരു നാഴികക്കല്ലാക്കി തീർക്കുവാൻ തക്കവണ്ണം ഈ പ്രതിസന്ധി കൊണ്ട് ഇടയാണ്. ഒരു പ്രതിസന്ധി ഉണ്ടായത് ജീവിതത്തിന്റെ തന്നെ നാഴികക്കല്ലാക്കി തീർത്ത ഒരു മനുഷ്യനെയാണ് ഇപ്പോൾ വായിച്ചു കേട്ടതായ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം കാണുന്നത്. ദൈവത്തിന്റെ ജനമേ, പ്രതിസന്ധികളിൽ ഉള്ളിന്റെ ഉള്ളിൽ മനുഷ്യപുത്രനെ ദൈവപുത്രനെ മനനം ചെയ്യുവാൻ കഴിയണം. അവിടെയാണ് ചില നാഴികക്കല്ലുകൾ രൂപപ്പെടുക. ഈ അടുത്തിടയ്ക്ക് വായിച്ച ഒരു ലേഖനത്തിൽ കാണുന്നു, മരം മനുഷ്യനോട് ഒരു ഗദ്ഗതം പറയുകയാണ്. മരം മനുഷ്യനോട് ഒരു പരിദേവനം പറയുകയാണ്. അല്ലയോ മനുഷ്യ, നീ എത്രമാത്രം ശിഖരങ്ങൾ എന്നിൽ നിന്നും വെട്ടിക്കൊണ്ടുപോയിരിക്കുന്നു, എത്രമാത്രം മരക്കുരിശുകൾ എന്നിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ടും എന്തേ നിന്റെ ഉള്ളിൽ ഒരു മനുഷ്യപുത്രൻ രൂപപ്പെടാതെ? എന്നിട്ടും എന്തേ നിന്റെ ഉള്ളിൽ ഒരു മനുഷ്യപുത്രൻ രൂപപ്പെടാതെ? ദൈവത്തിന്റെ ജനമേ, ഉള്ളിന്റെ ഉള്ളിൽ മനുഷ്യപുത്രനെ ദൈവപുത്രനെ രൂപപ്പെടുത്തിയെടുക്കുന്നതായിരിക്കണം പ്രതിസന്ധികൾ. അതാണ് ഇറ്റ്സ് എ ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞു. ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന അന്വേഷിയുടെ ആയുധമാണ് ചോദ്യങ്ങൾ. ഇപ്പോൾ വായിച്ചു കേട്ടതായ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം മുതൽ ചോദ്യങ്ങളുടെ ഒരു നിര തന്നെയാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഗിദെയോൻ അവരോട് ചോദിക്കുകയാണ്, അയ്യോ യജമാനനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? ചോദ്യങ്ങളുടെ ഒരു നീണ്ട തന്നെയാണ് കാണുന്നത്. ഗിദെയോൻ ശൂന്യതയിൽ നിന്നും ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ചോദ്യങ്ങളുടെ ഡയമെൻഷൻ 3 രീതിയിലാണ്. ഒന്ന്, ചോദ്യങ്ങൾ സാധാരണയായി ആകാംക്ഷയോടെ ചോദിക്കാറുണ്ട്. രണ്ടാമതായിട്ട് ആർദ്രതയിൽ നിന്നും ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. മൂന്നാമതായിട്ട് പരിഹാസത്തിന്റെ അനുഭവത്തിലും ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്നുള്ള ക്രിസ്തുവിന്റെ ചോദ്യം ആകാംക്ഷയുള്ള ഒരു ചോദ്യത്തിന് ഒരു ഉദാഹരണമാണ്. ശിഷ്യന്മാർ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നത് വലയൊക്കെ ഇറക്കിയെങ്കിലും ഒന്നും ലഭിച്ചില്ല എന്നുള്ള ക്രിസ്തുവിന്റെ അറിവിന്റെ ആർദ്രതയുടെ ഒരു ചോദ്യമാണ്. നീ മനുഷ്യപുത്രനെങ്കിൽ കുരിശിൽ നിന്ന് നിന്നെ തന്നെ ഇറക്കിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞ കള്ളന്റെ ചോദ്യം പരിഹാസത്തിന്റെ ചോദ്യമാണ്. നീ ദൈവപുത്രനെങ്കിൽ. അങ്ങനെ ചോദ്യങ്ങളുടെ ഡയമെൻഷൻ ഇങ്ങനെ പല രീതിയിൽ പോകാറുണ്ട്. ഗിദെയോന്റെ ചോദ്യത്തിന്റെ ഡയമെൻഷൻ ആകാംക്ഷയുടെ ചില ചോദ്യങ്ങളായിരുന്നു. ദൈവത്തിന്റെ ജനമേ, എന്തിനാണ് ഗിദെയോൻ ദൈവസന്നിധിയിൽ ഈ ചോദ്യങ്ങൾ ചോദിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഗിദെയോനെ പറ്റി നാം ആദ്യം ഒന്ന് പഠിക്കേണ്ടത് അനിവാര്യമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം തന്നെ നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്നത് പോലെ
അതിനുശേഷം നാളുകൾക്ക് ശേഷം രാജ പാത തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിനിടയിലുള്ള സംവത്സരത്തിൽ വാഴ്ച നടത്തിയിരുന്ന ന്യായാധിപന്മാരെന്ന് വിളിക്കപ്പെട്ടിരുന്ന ദേശീയ വീരന്മാരുടെ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നിയമപരമാകുന്ന അർത്ഥത്തിൽ നാം ചിന്തിക്കുമ്പോൾ ന്യായാധിപന്മാർ എന്ന പേരിൽ നിന്നും ഉപരിയായി സൈന്യനായകന്മാർ എന്ന പേര് ഈ ന്യായാധിപന്മാർക്ക് കൊടുക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിജീവനത്തിന് സഹായമായി തീരുന്നതായ, മാത്രമല്ല ദൈവത്തോട് കൂറ് പുലർത്തുവാൻ തക്കവണ്ണം ദൈവജനത്തെ വഴി നടത്തുവാൻ പരിപാലിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരായിരുന്നു ന്യായാധിപൻ. അതിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ന്യായാധിപനായിരുന്നു ഗിദെയോൻ എന്ന ന്യായാധിപൻ. പല ന്യായാധിപന്മാരെയും നമുക്ക് പരിചയമുണ്ട്. അങ്ങനെയെങ്കിൽ ഗിദെയോൻ എന്ന ഈ ന്യായാധിപൻ ദൈവസന്നിധിയിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. വീണ്ടും നാം മനസ്സിലാക്കണം, എന്തിനാണ് ഗിദെയോൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഇസ്രായേൽ ജനത്തിന് അനേകം ശത്രുക്കൾ ഉണ്ടായിരുന്നു. ആ ശത്രുക്കൾ പലരും ഇസ്രായേൽ ജനത്തിന് പല പ്രതിസന്ധികളും നൽകിയിരുന്നു. യെബൂസ്യർ, കനാന്യർ, മിദ്യാന്യർ തുടങ്ങി ഫെലിസ്ത്യർ, ഇങ്ങനെ അനേകം ശത്രുഗണങ്ങൾ ഇസ്രായേൽ ജനത്തിന് ഉണ്ടായിരുന്നു. അതിൽ മിദ്യാന്യന്മാരായ ആളുകൾ ഇസ്രായേൽ ജനത്തിന് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പരാക്രമശാലിയായ മനുഷ്യനാണ് ന്യായാധിപനാകുന്ന ഗിദെയോൻ. ഗിദെയോൻ എന്താ ചെയ്തതെന്നറിയാമോ? ഗിദെയോൻ ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു മുന്തിരിച്ചക്കിന് അടുത്ത് ഇരുന്നുകൊണ്ട്. ഗിദെയോൻ ഉൾപ്പെടെയുള്ള ഇസ്രായേൽ ജനം എല്ലാം തന്നെ അവർ വയലിൽ വില ചെയ്യും, അവർ വയലിൽ വളമൊക്കെ ഇടും. പക്ഷേ കൊയ്യുവാനായിട്ട് കടന്നു വരുന്ന ആൾക്കാരാണ് മിദ്യാനിയർ. വിളവെല്ലാം എടുക്കുവാൻ കടന്നു വരുന്ന ആൾക്കാരാണ് മിദ്യാനിയർ. ജോലി മുഴുവനും ഇസ്രായേൽ ജനം, വിളവെടുക്കുന്നത് മിദ്യാനിയർ. അങ്ങനെ ഗോതമ്പിന്റെ കറ്റ മെതിക്കുമ്പോൾ മിദ്യാനിയർമായി എടുത്തുകൊണ്ട് പോവുക പതിവാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗിദെയോൻ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചു. മുന്തിരിച്ചക്കിന് അടുത്ത് പോയിരുന്ന ഞാൻ കറ്റ മെതിച്ചാൽ ഈ മിദ്യാന്യരായ മനുഷ്യർ അവിടേക്ക് വരികയില്ല. പകരം മുന്തിരിച്ചക്കിൽ നിന്നും മുന്തിരിച്ചാറാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് വിചാരിച്ച് അവർ അവിടെ നിന്ന് പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി മുന്തിരിച്ചാക്കിനടുത്ത് നിന്നുകൊണ്ട് മുന്തിരിച്ചാറല്ല, പകരം ഗോതമ്പ് കറ്റ മെതിക്കുന്ന ഗിദെയോന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ദൈവദൂതനോട് ഗിദെയോൻ ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. നിങ്ങൾക്ക് ഇതിന്റെ പശ്ചാത്തലം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഗിദെയോൻ ദൈവത്തിന്റെ ദൂതനോട് ചോദിക്കുമ്പോൾ ദൈവം ഗിദെയോനെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുകയും ഇസ്രായേൽ ജനത്തിന് എതിരായി പാളയമടിക്കുന്ന മിദ്യാന്യരിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം ഇസ്രായേൽ ജനത്തിന് വേണ്ടി എടുത്ത് ഉയർത്തിയ ഒരു ന്യായാധിപനായിരുന്നു ഗിദെയോൻ. അങ്ങനെ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട സന്ദർഭത്തിലെ വാക്യങ്ങളാണ് നാം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിക്കുമ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട, ദൈവം ഇറങ്ങി വന്ന അനേകം സന്ദർഭങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഏതെങ്കിലും ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം ഭൂമിയിലേക്ക് ദൈവം തന്നെ ഇറങ്ങി വന്ന് ആദത്തോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അബ്രഹാമിന് മുൻപിൽ അവിടെ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുന്നു. ഹാഗാറിന്റെയും യാബോക്ക് എന്ന കടവിൽ യാക്കോബിനും മോശയ്ക്കും ബാലാമിനും യോശുവയ്ക്കും
ദൈവദൂതൻ പ്രത്യക്ഷനായിട്ട് നാം കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇതാ ദൈവദൂതൻ ഈ ഗിദെയോന് പ്രത്യക്ഷനായിട്ട് അവനൊരു ടൈറ്റിൽ കൊടുക്കുന്നു, പേര് കൊടുക്കുന്നു, പരാക്രമശാലി, മൈറ്റി വാരിയർ. ഇതായിരുന്നു ഗിദെയോന് ദൈവം കൊടുത്ത ടൈറ്റിൽ. അങ്ങനെയെങ്കിൽ മൈറ്റി വാരിയർ എന്നും ഗിദെയോന് കൊടുത്തതായ പരാക്രമശാലി എന്ന ടൈറ്റിൽ കൊണ്ടും ഗിദെയോൻ ചില ധൈര്യം നേടിയെടുക്കുകയാണ്. ആകാംക്ഷയുടെ ഈ ചോദ്യങ്ങൾ ഗിദെയോന് ചില ധൈര്യത്തെ പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുകയാണ്. അതായത് ഇസ്രായേൽ ജനത്തിനു വേണ്ടി സധൈര്യം പോരാടുവാൻ തക്കവണ്ണം, ധീരമായി പോരാടുവാൻ തക്കവണ്ണമുള്ള ധീരതയെ പകരുവാൻ തക്കവണ്ണം ഗിദെയോന്റെ ഈ ചോദ്യത്തിൽ കൂടി ഗിദെയോന് ഇടയായി തീർന്നിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ജനമേ, ഗിദെയോന് ഈ ആകാംക്ഷയുടെ ഈ ചോദ്യങ്ങൾ എന്ത് ധൈര്യമാണ് ഗിദെയോന് നൽകിയത് എന്ന്, എന്ത് ധീരതയാണ് ഈ ചോദ്യങ്ങൾ ഗിദെയോന് നൽകിയത് എന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ദൈവവിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി ആത്മവിശ്വാസം പകരുന്ന ഒരു ധീരതയെ ഈ ചോദ്യങ്ങൾക്ക് സമ്മാനിക്കുവാൻ കഴിഞ്ഞു. ഒന്ന്, ദൈവവിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി ആത്മവിശ്വാസത്തെ പകരുന്ന ധീരതയെ പകരുവാൻ ഈ ചോദ്യങ്ങൾക്ക് കഴിഞ്ഞിരിക്കുകയാണ്. വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യം. തൊട്ട് താഴെയുള്ള വാക്യമാണ് ഞാൻ വായിക്കുകയാണ്. ഇപ്രകാരം അവിടെ പറയുന്നു: അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോവുക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. യഹോവയാം ദൈവം അവനെ നോക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, ദൈവവിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആത്മവിശ്വാസമാണ് യഹോവയാം ദൈവം നൽകുന്നത്. ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം. ദൈവം എന്താ ചെയ്യുന്നറിയാമോ? യഹോവയാം ദൈവം അവിടെ നോക്കുകയാണ്. ആരെ? ഗിദെയോനെ നോക്കുകയാണ്. ദൈവത്തിന്റെ മുഖത്തെ കാണുകയും ദൈവം മുഖത്തെ കാണുകയും ചെയ്ത അനേകം സന്ദർഭങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിന്റെ മുഖത്തെ കാണുക എന്ന് പറഞ്ഞാൽ ചില ആത്മവിശ്വാസത്തെയാണ് നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയും. ദൈവമുഖത്തെ കാണുക എന്ന് പറഞ്ഞാൽ, ദൈവമുഖം കണ്ടു എന്ന് പറഞ്ഞാൽ ഹീബ്രുവിൽ പാനീയം എന്നും ഗ്രീക്കിൽ പ്രസപ്പോൺ എന്നുമാണ് മുഖത്തിന് നൽകുന്ന വാക്കുകൾ. എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ മുഖം കണ്ടു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവമുഖം കാണുവാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, പഴയ നിയമം പഠിക്കുമ്പോൾ രണ്ട് രീതിയിലാണ് അതിന് വ്യാഖ്യാനം. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ സംപ്രീതിക്ക് ഉടമയായി തീരുന്നു എന്ന് നമുക്ക് ഒരു ഡയമെൻഷൻ കൊടുക്കുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 10-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം തന്നെ 33-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ, ബലിയർപ്പണത്തിനായി ദേവാലയത്തിൽ വരിക എന്നുള്ളത് കൊണ്ടും ദൈവമുഖം കണ്ടു എന്നുള്ളത് നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. എന്തുമായി കൊള്ളട്ടെ, ദൈവമുഖത്തെ കാണുവാൻ ദൈവം നോക്കിയപ്പോ ഒരു ആത്മവിശ്വാസത്തെ ലഭിക്കുവാൻ തക്കവണ്ണം ഗിദെയോന് ഇടയായി തീർന്നിരിക്കുകയും. ബലം നഷ്ടപ്പെടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ബലം നഷ്ടപ്പെടുന്നത് ദൈവസന്നിധിയിൽ ദൈവികമാകുന്ന ആത്മാവ് അനുഭവം ഇല്ലാതെ വരുമ്പോഴാണ്. ദൈവദർശനം ലഭിക്കുക സങ്കടങ്ങളുടെ മധ്യയാണ്. ദൈവത്തിന്റെ ജനമേ, ഗിദെയോന്റെ സങ്കടം മിദ്യാന്യർ കടന്നു വന്ന് വിളവ് മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളതായിരുന്നു. ഈ സങ്കടത്തിന്റെ മധ്യയാണ് അവിടേക്ക് ദൈവദൂതൻ കടന്നു വരുന്നത്. നമുക്കറിയാം, ജീവിതം എന്ന് പറയുന്നത് നാം ആഗ്രഹിക്കുന്നതിന്റെയും ആഗ്രഹിക്കാത്തതിന്റെയും ഇഷ്ടമുള്ളതിന്റെയും ഇഷ്ടമില്ലാത്തതിന്റെയും എല്ലാം കൂടി ആകത്തുകയാണ്, അല്ലേ? ജീവിതം എന്ന് പറയുന്നത് ഇഷ്ടമുള്ളത് പ്ലസ് ഇഷ്ടമില്ലാത്തത്, ആഗ്രഹിക്കുന്നത് പ്ലസ് ആഗ്രഹിക്കാത്തത്, ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ആകത്തുകയാണ് എന്ത്? ജീവിതം എന്ന് പറയുന്നത്. ഗിദെയോന്റെ ജീവിതത്തിൽ അവന് ഇഷ്ടമില്ലാത്ത ചിലതൊക്കെ സംഭവിച്ചപ്പോൾ ദൈവ
നമുക്ക് ഇഷ്ടമില്ലാത്തതും നമുക്ക് ഇഷ്ടമുള്ളതും എല്ലാം കൂടി ചേർന്നുവെങ്കിൽ മാത്രമേ ജീവിതത്തിന് ഒരു വാസന ഉണ്ടാകുകയുള്ളൂ, സൗരഭ്യം ഉണ്ടാകുകയുള്ളൂ. വീട്ടിലൊക്കെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാറുണ്ട് അല്ലേ? വീട്ടിൽ അമ്മ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ കൊച്ചു മകൻ ഓടി വരികയാണ്. ഈ മകന് മധുരം വളരെ ഇഷ്ടമാണ്. ഉദാഹരണത്തിന് ഹൽവ. അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അമ്മ സാമ്പാർ ഉണ്ടാകുന്ന കൂട്ടത്തിൽ സുന്ദരമായ കറുത്ത ഹൽവ പോലെ ഇരിക്കുന്ന ഒരു സാധനം ഇരിപ്പുണ്ട്. അവൻ എന്ത് ചെയ്യുമാണ്? ഓടി വന്ന് അതെടുത്ത് കഴിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഹൽവയാണോ സാമ്പാർ ഉണ്ടാകുമ്പോൾ നമ്മൾ വെക്കാനുള്ളത്? നിങ്ങൾ ആരും സാമ്പാർ ഉണ്ടാക്കത്തില്ലേ? ഇപ്പൊ യൂട്യൂബ് നോക്കി റെസിപ്പിയൊക്കെ പഠിച്ച് അതൊക്കെ ഭംഗിയായിട്ട് ഒക്കെ ചെയ്യുന്നവരല്ല. എന്തുമായിക്കൊള്ളട്ടെ, ഓടി വന്ന് കഴിക്കും. ഒറ്റ തുപ്പം. എന്തായിരുന്നു അത്? കായമായിരുന്നു. കായത്തിന് കയ്പാണ്. പക്ഷെ സാമ്പാർ ഇട്ട് കഴിയുമ്പോൾ അവസാനം എന്തായി തീരുന്നത്? രുചിയുള്ളതായി തീരും. അല്ലാതെ എന്റെ മോന് ഹൽവ ഇഷ്ടമാണ്, എന്റെ മോന് ലഡു ഇഷ്ടമാണ്, എന്റെ മോന് മിൽക്ക് മെയ്ഡ് ഇഷ്ടമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ലഡുവും ഹൽവയും മിൽക്ക് മെയ്ഡും എന്റെ മോന് ഇഷ്ടമുള്ളതെല്ലാം കൂടി സാമ്പാറിനകത്തിട്ടാൽ സാമ്പാർ ഭംഗിയാവുമോ? ഇല്ല. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ മാത്രമേ ജീവിതം എന്തായി തീരുകയുള്ളൂ? സുന്ദരവും സൗരഭ്യമുള്ളതുമായി തീരുകയുള്ളൂ. പക്ഷേ ഗിദെയോന്റെ ജീവിതത്തിൽ അവന് ഇഷ്ടമില്ലാത്ത ചിലതൊക്കെ വന്നു. പക്ഷേ ജീവിതത്തിന്റെ സൗരഭ്യവാസം നഷ്ടപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം യഹോവയായ ദൈവം ആ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ അവന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിന്റെ ജനമേ, ഇഷ്ടമില്ലാത്തത് കടന്നു വരുമ്പോൾ, ജീവിതം പ്രതിസന്ധിയിലാകുമ്പോൾ ദൈവത്തിന്റെ മൃദുസ്വരത്തെ കേൾക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ദൈവത്തിന്റെ മൃദുസ്വരം കേട്ട ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. ഗിദെയോന് യഹോവയായ ദൈവത്തിന്റെ മൃദുസ്വരത്തിന് കേൾക്കുവാനായിട്ട് സാധ്യതയുണ്ടായെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഏലിയാവ് ഒരു മൃദുസ്വരത്തെ കേൾക്കുകയാണ്. ഈ മൃദുസ്വരം എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചു. ചില സ്ഥലങ്ങളിൽ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോ ഈ ഗാന ശുശ്രൂഷ വലിയ പാട്ടും ഒക്കെയാണ്, നല്ല പാട്ടുകളൊക്കെയാണ്, കീബോർഡ് ഉയർന്നു നിൽക്കും. ഈ വലിയ പാട്ട് ഒന്നും വേണ്ട, ഗാനമേളയിൽ പോയി എന്ന് വിചാരിക്കുക. ഗാനമേള എല്ലാം കഴിഞ്ഞ് ആ കൊട്ടിക്കാശം എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ചെറിയ ശാന്തത നമുക്ക് തോന്നും. ഒരു വലിയ അനുഭവമാണെന്നല്ലോ. എന്തുമായിക്കൊള്ളട്ടെ, ഒരു മൃദുസ്വരത്തെ കേൾക്കുവാൻ ഏലിയാവിന് കഴിഞ്ഞു. അതായത് ഇസ്രായേൽ ജനം മുഴുവനും ബാലിലേക്ക് തിരിയുന്നു. ബാൽ ദേവനിൽ നിന്നും വീണ്ടെടുക്കുവാൻ ഏലിയാവ് എതിർക്കുകയാണ്. ഏലിയാവിനെ പ്രതിരോധിക്കുവാൻ തക്കവണ്ണം ആഹാബും ഭാര്യയായ ഇസബേൽ തീരുമാനിക്കുന്നു. ഏലിയാവ് ഒരു ഗുഹയിൽ ഒളിക്കുന്നു. എന്ന് വേണ്ട, ഏലിയാവിന് അവിടെ അപ്പവും തുരുത്തിയിൽ വെള്ളവും യഹോവയായ ദൈവം നൽകുന്നു. വീണ്ടും അവന്റെ അടുക്കലേക്ക് യഹോവയായ ദൈവം കടന്നു വന്നിട്ട് പറഞ്ഞു, നീ ഗുഹയിൽ നിന്നും ഇറങ്ങി നിൽക്കുക. ഇറങ്ങി നിന്നപ്പോൾ ഏലിയാവ് കണ്ട ശബ്ദം എന്തായിരുന്നു അറിയാമോ? വലിയ കാറ്റിന്റെ ശബ്ദം. ദൈവം ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു, ദൈവത്തെ കാണുന്നില്ല. പാറ പിളർക്കുന്ന ശബ്ദം. ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു, ദൈവത്തെ കാണുന്നില്ല. എന്ന് വേണ്ട, ശബ്ദ കോലാഹലങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം പുറത്തു വന്ന് യഹോവയുടെ മുൻപാകെ നിൽക്കുന്ന ഏലിയാവിനോട് മൃദുസ്വരത്തിൽ, a still voice, what are you doing here? നീ എന്താണ് ഇവിടെ എടുക്കുന്നത് എന്നുള്ള ഒരു മൃദുസ്വരത്തെ കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രതിസന്ധികളുടെ നടുവിൽ ഗിദെയോൻ കേട്ടതുപോലെയുള്ള മൃദുസ്വരത്തെ കേൾക്കുവാനായിട്ട് നമുക്കും കഴിയണം. സങ്കീർത്തനക്കാരൻ 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ കാണും. അവിടെ പറയും, കൂരുകളും താഴ്വരയിലൂടെ നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ ജനമേ, യഹോവയായ ദൈവത്തിന്റെ
മാൻ എന്ന പുസ്തകം. അതിനായ അച്ഛനും ഞാനും ഒക്കെ അത് വായിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഈ കോസ്മിക് മാൻ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം രൂപപ്പെടുത്തിയത് നാസിയായ വിശുദ്ധ ഗ്രിഗോറിയോസിന്റെ ചില പ്രബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ പ്രബന്ധത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് എപ്രകാരമാണ്? അക്കോലൂത്തിയ. അക്കോലൂത്തിയ എന്ന് പറഞ്ഞാൽ അനുസ്യൂതമായി ഒഴുകി വരുന്നതാണ് എന്ന അർത്ഥം. പുരാതന ഗ്രീക്ക് ചിന്തകന്മാരൊക്കെ തന്നെ ഈ അക്കോലൂത്തിയെ പറ്റി പറഞ്ഞു. അക്കോലൂത്തിയ എന്ന് പറഞ്ഞാൽ ഒരു ചങ്ങല പോലെയാണ്. ചങ്ങലയുടെ പ്രത്യേകത ക്രമീകൃതമാണ്. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫിലോ എന്ന് പറയുന്ന മനുഷ്യനും ക്രമീകൃതത്തെ അല്ലെങ്കിൽ ക്രമത്തെ പറ്റി പറയുന്നത് ടാക്സസ്. അതിൽ നിന്നാണ് സുറിയാനിപദം തത്സമ എന്ന വാക്ക് കടന്നു വന്നത്. എന്തുമായിക്കൊള്ളട്ടെ, അക്കോലൂത്തിയ അനുസ്യൂതം ഒഴുകി വരുന്ന അക്കോലൂത്തിയക്ക് എന്തുണ്ടെന്ന് അറിയാമോ? ഒരു ക്രമമുണ്ട് പ്രിയമുള്ളവരെ. അക്കോലൂത്തി എന്ന് പറഞ്ഞാൽ ഒരു ചെയിനാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ബ്രേക്ക് ദി ചെയിനാണ്. പക്ഷെ അക്കോലൂത്തിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ചെയിൻ അക്കോലൂത്തിയ ഓഫ് ഗുഡ് ആൻഡ് അക്കോലൂത്തിയ ഓഫ് ഈവിൾ. രണ്ട് രീതിയിലുള്ള ചെയിനാണ്. അക്കോലൂത്തിയ ഓഫ് ഗുഡ് ആൻഡ് അക്കോലൂത്തിയ ഓഫ് ഈവിൾ. അക്കോലൂത്തിയ ഓഫ് ഗുഡ് അത് വളരുവാൻ തക്കവണ്ണം ഇടയാകണം. അക്കോലൂത്തിയ ഓഫ് ദി ഈവിൾ തകർക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണം. മിഥ്യാനയുടെ അക്കോലൂത്തിയ ക്രമം കണ്ട അനുഭവത്തെ അക്കോലൂത്തിയ ഓഫ് ദി ഈവിൾ തകർക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുവാൻ ഗിദെയോനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഗിദെയോന്റെ പ്രത്യേകത അതിജീവിക്കുന്ന പ്രാർത്ഥനയുണ്ടായിരുന്നു. ഗിദെയോന് ശക്തിവത്തായ വിശ്വാസമുണ്ടായിരുന്നു. 3 വിട്ടുമാറാത്ത പ്രയത്നം. ന്യായാധിപന്മാർ പുസ്തകം 6, 7, 8 അധ്യായങ്ങളാണ് ഈ ഗിദെയോനെ പറ്റി പറഞ്ഞു. വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചു നോക്കണം. ഇത്രമാത്രം ദീർഘമായി പറഞ്ഞിരിക്കുന്ന ഒരു ന്യായാധിപനെയും ന്യായാധിപന്മാർ പുസ്തകത്തിൽ കാണാൻ കഴിയുകയില്ല. ഗിദെയോനെ പറ്റി മാത്രം. അനുഗ്രഹിക്കപ്പെട്ടവരെ, അതിജീവിക്കുന്ന പ്രാർത്ഥനയും ശക്തിമത്തായ വിശ്വാസവും വിട്ടുമാറാത്ത പ്രയത്നവും ഗിദെയോനെ എടുത്തുയർത്തുവാൻ തക്കവണ്ണം ഇടയായി. ഒരു ആത്മവിശ്വാസത്തെ പകരുവാൻ തക്കവണ്ണം ഇടയായി. അതായിരുന്നു യഹോവയായ ദൈവം, നീ ഈ ബലത്തോടുകൂടി പോവുക, ഞാൻ നിന്നോടുകൂടിയുണ്ട്. ഇന്ന് നമുക്കെല്ലാം ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ഈ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ? ഞാൻ എന്ന ഭാവം, എന്റെ പണം, എന്റെ സമ്പത്ത്, എന്റെ മറ്റു കാര്യങ്ങൾ, എന്റെ കണക്ഷൻസ്, ഇതാണ് പലപ്പോഴും എന്റെ ആത്മവിശ്വാസം. പക്ഷേ ഗിദെയോന് ദൈവം നൽകിയ ആത്മവിശ്വാസം, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ദൈവവിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആത്മവിശ്വാസത്തെ പകരുന്നതായിരുന്നു ഗിദെയോന് ലഭിച്ച ധൈര്യത്തിന്റെ 1-ാമത്തെ ഘടകം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഗിദെയോന്റെ ധീരതയുടെ പ്രത്യേകത, ഗിദെയോന്റെ ധൈര്യത്തിന്റെ പ്രത്യേകത, യാഗപീഠത്തിലേക്ക് ജനത്തെ അടുപ്പിക്കുവാനായിട്ട് അവന് കിട്ടിയ ഒരു ധൈര്യം. യാഗപീഠത്തിലേക്ക് ജനത്തെ അടുപ്പിക്കുവാൻ ഗിദെയോന് ധൈര്യം ലഭിക്കുകയാണ്. 6-ാം അധ്യായം 23, 24 വാക്യങ്ങൾ. ന്യായാധിപന്മാർ 6, 23, 24. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് യാഗപീഠം പണിത് അതിന് യഹോവ ശാലോം എന്ന് പേരിട്ടു. യാഗപീഠത്തോട് ദൈവത്തിന്റെ ജനത്തെ അടുപ്പിക്കുവാൻ തക്കവണ്ണം യഹോവയായ ദൈവം അവനോട് പറയുകയാണ്, നിനക്ക് സമാധാനം, നീ ഭയപ്പെടേണ്ട. അതിനായ ജ്യോതിഷൻ ആമുഖത്തിൽ ഭയപ്പെടേണ്ട എന്നതിനെ പറ്റി സൂചിപ്പിച്ചു. 365 പ്രാവശ്യം പറയുന്നതായിട്ട് നാം കാണുന്നത്. ഈ ഭയം ആർക്കാണെന്ന് ചോദിച്ചാൽ മനുഷ്യനാണ് ഭയമുള്ളത്. മനുഷ്യത്വമുള്ളവനാണ് ഭയമുള്ളത്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ക്രിസ്തുവിന് ഭയമുണ്ടായിരുന്നു. ഗെത്സമന തോട്ടത്തിൽ കടന്നു വന്നുകൊണ്ട്, കർത്താവേ, ഈ പാനപാത്രം എങ്കിലും നീക്കണമേ, എങ്കിലോ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ക്രിസ്തുവിന്റെ
പറയട്ടെ, യഹോവയാം ദൈവം ഗിദെയോനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. അങ്ങനെ ഗിദെയോൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയുകയാണ്. എന്തിനാ ഈ യാഗപീഠം പണിയുന്നത്? യാഗപീഠം പണിയുന്നത് ബലിയർപ്പിക്കുവാൻ വേണ്ടി. ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആരാധന അടയ്ക്കുക എന്നാണ് അർത്ഥം. ബലിയർപ്പിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ബലിയർപ്പിക്കുന്നത് ബലി അർപ്പിക്കുന്ന അർപ്പണത്തിന് വേണ്ടി മാത്രമല്ല, ബലിയെ സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള ജനത്തിന് വേണ്ടി കൂടിയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഇതാ ഗിദെയോൻ യാഗപീഠം പണിതുവെങ്കിൽ, ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം യാഗപീഠത്തെ പണിതുവെങ്കിൽ, ജനത്തെ മുഴുവനായിട്ട് യാഗപീഠത്തിന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഗിദെയോന് കഴിഞ്ഞിരിക്കുകയും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇസ്രായേൽ ജനത്തിന്റെ മ്ലേച്ഛത അതിന്റെ ഉച്ചകോടിയിൽ എത്തിയിരിക്കുകയാണ്. വിശുദ്ധ ബലി അർപ്പിക്കുവാൻ, പരിശുദ്ധമാകുന്ന കുർബാന അർപ്പിക്കുന്നതിന് മുൻപായിട്ട് സുന്ദരമാകുന്ന ഒരു ഗീതശകലം നാം പാടാറുണ്ട്. മോചനമദീന പാപികളെ വരുവിൻ, യാചിപ്പിൻ, മുട്ടുന്നോർക്കു തുറന്നിടുമേ നാഥൻ തൻ വാതിൽ, യാചിക്കുന്നോർ പ്രാപിക്കും, അന്വേഷിപ്പോൾ കൈക്കൊള്ളും. മോചനത്തിനായി പാപികളെ വരുവിൻ. നമ്മെ എല്ലാം സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേൽ ജനത്തിന്റെ മ്ലേച്ഛത ഉച്ചകോടിയിൽ നിൽക്കുമ്പോൾ ഗിദെയോൻ യാഗപീഠമുണ്ടാക്കി യഹോവയാം ദൈവത്തിന്റെ ജനത്തെ ബലിയർപ്പിക്കുവാൻ, ദൈവത്തിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം അവൻ സ്വാഗതം ചെയ്യുകയും. പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗവുമായി സമർപ്പിപ്പീൻ. ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുമ്പോൾ, ആ യാഗം എന്താണെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, യഹൂദന്മാരെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങ് തന്നെയായിരുന്നു യാഗം എന്ന് പറയുന്നത്. ദൈവ സംസർഗത്തിന് വേണ്ടിയുള്ള ഫലപ്രദമാകുന്ന ഒരു ഉപാധി കൂടിയായിരുന്നു യാഗം. പാപപരിഹാരത്തിന് വേണ്ടിയുള്ള യാഗം സമർപ്പിച്ച വിവിധ തരത്തിലുള്ള യാഗത്തെയും പഴയ നിയമത്തിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ യാഗം നാം അർപ്പിക്കുമ്പോൾ യാഗത്തിന്റെ അർത്ഥം നിൽക്കുന്നത് അർപ്പകന്റെയും സ്വീകരിക്കുന്നവന്റെയും ജീവിതത്തിന്റെ പരിവർത്തനമാണ്. യാഗം അർപ്പിക്കുമ്പോൾ അർപ്പകന്റെയും സ്വീകരിക്കുന്നവന്റെയും ജീവിത പരിവർത്തനമാണ് അത് സൂചിപ്പിക്കുന്നത്. ഗിദെയോൻ യാഗം അർപ്പിക്കുവാൻ തക്കവണ്ണം ബലിപീഠമുണ്ടാക്കിയെങ്കിൽ, യാഗപീഠമുണ്ടാക്കിയെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ പരിവർത്തനത്തെ അവൻ സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ കുർബാനയുടെ ഒരു പ്രക്രിയയിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്, മഹത്തരമായ നിന്റെ സാദൃശ്യത്തിലേക്ക് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, ഞങ്ങളെ നിന്റെ വാസത്തിന് ആലയവും ഈ സ്ഥലത്തെ നിന്റെ ബഹുമാന നിവാസത്തിനുള്ള സ്ഥാനവുമാക്കി തീർക്കണമേ, ഞങ്ങളെ നിന്റെ വാസത്തിനുള്ള ആലയമാക്കി തീർക്കണമേ. യാഗപീഠത്തിന് മുൻപിൽ നിന്നുകൊണ്ട്, ബലിപീഠത്തിന് മുൻപിൽ നിന്നുകൊണ്ട് പുരോഹിതൻ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ജനമേ, അന്യോന്യം കാണുവാനായിട്ട് കഴിയുന്നത് കൂടിയാണ് യാഗപീഠത്തിന്റെ മുൻപിലുള്ള നമ്മുടെ യാഗ അർപ്പണം എന്ന് പറയുന്നത്. അവരെ കാണുവാൻ തക്കവണ്ണം ദൃഷ്ടി തുറക്കുന്നത് കൂടി. ഗിദെയോൻ ദൈവസന്നിധിയിൽ യാഗം അർപ്പിക്കുവാൻ ജനത്തെ വിളിക്കുമ്പോൾ ജനത്തോട് പറയുകയാണ്, അല്ലയോ ഇസ്രായേൽ ജനമേ, നിങ്ങൾ മ്ലേച്ഛത വർദ്ധിച്ചിരിക്കുന്നതിനാൽ
വിശുദ്ധന്മാർ ഇപ്രകാരം പ്രാർത്ഥിച്ചതായിട്ട് നാം കാണുന്നു. യാഗപീഠത്തിന് മുൻപിൽ, ബലിപീഠത്തിന് മുൻപിൽ നിന്നുകൊണ്ട് വിശുദ്ധന്മാർ ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത്: ദൈവമേ, നിന്റെ യാഗപീഠത്തിന് മുൻപിൽ നിൽക്കുന്ന, നിന്റെ ബലിപീഠത്തിന് മുൻപിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് സ്വർഗത്തെ നീ അവിടുന്ന് കാട്ടിത്തരണമേ. ദൈവത്തിന്റെ ജനമേ, ദൈവത്തെ കാട്ടിക്കൊടുക്കുവാൻ തക്കവണ്ണം ഗിദെയോൻ യാഗപീഠം പണിത ജനത്തെ മുഴുവൻ ക്ഷണിക്കുകയാണ്. അവിടെയാണ് സ്വർഗം തുറക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ജനത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി അർപ്പകൻ യാഗമർപ്പിക്കുമ്പോൾ ജനത്തിന് പാപപരിഹാരം ഉണ്ടാകുന്നു. ദൈവത്തിന്റെ ജനമേ, സ്വർഗം തുറക്കുവാനായിട്ടിടയാണ്. അന്യോന്യം കാണുവാൻ, മ്ലേച്ഛതയിട്ട് കാണുവാനായിട്ട് ഇടയാണ്. ഈ അടുത്തിടയ്ക്ക് ഒരു ലേഖനം വായിച്ചു. അതിൽ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ചെല്ലുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. നിങ്ങളൊക്കെ ഒരുപക്ഷെ എവിടെങ്കിലും വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. ഇത് ഒരു മനുഷ്യൻ ആദ്യം സ്വർഗത്തിന്റെ അനുഭവത്തെയൊക്കെ ഒന്ന് കാണുവാനായിട്ട് ചെല്ലുകയും അദ്ദേഹം ആദ്യം നരകത്തിലേക്ക് പോകുന്നു. പ്രകാരം പറയും, നരകത്തിലേക്ക് പോകുന്നു. നരകത്തിൽ ചെന്നപ്പോൾ വലിയ പ്രതിസന്ധിയൊക്കെയാണ്. അവർക്ക് ഭക്ഷണത്തിനുള്ള സമയമാണ് നരകത്തിൽ. ഉടനെ എല്ലാവർക്കും ഭക്ഷണത്തിനായിട്ട് പാത്രങ്ങളിൽ കഞ്ഞിയുണ്ട്, തവിയുമുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കൈ മടക്കുവാനാവാതെ തവി ഇങ്ങനെ കയ്യിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. കഞ്ഞി കുടിക്കുവാനായിട്ട് ആർക്കും കഴിയുന്നില്ല. അദ്ദേഹം വിചാരിച്ചു, കൊള്ളാം, നരകത്തിൽ ചെന്നാൽ പ്രതിസന്ധിയാണ്, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുവാൻ കഴിയുകയില്ല, ഇത് ഞാൻ മനസ്സിലാക്കിയിരുന്നതാണെന്ന് അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹം വീണ്ടും പോയത് സ്വർഗമൊക്കെ ഒന്ന് കാണാൻ തക്കവണ്ണം. സ്വർഗത്തിൽ ചെന്നപ്പോൾ അവിടെയും ഭക്ഷണത്തിന്റെ സമയമാണ്. ഇതുപോലെ കഞ്ഞിയും പയറുമൊക്കെ പാത്രത്തിൽ വെച്ചിരിക്കുകയും വിചാരിച്ചു, ഇവിടെയും ഇത് തന്നെ. നരകത്തിലേതുപോലെ തന്നെ കൈകൾ കെട്ടിവെച്ചിരിക്കുകയാണ്, തവി. കൈ മടക്കുവാൻ യാതൊരു നിവൃത്തിയുമില്ല. കൈ മടക്കിയെങ്കിൽ മാത്രമേ ഭക്ഷിക്കുവാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ സ്വർഗത്തിൽ കണ്ട ഒരു കാര്യം അദ്ദേഹത്തെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി. സ്വയമായിട്ട് അവർ ഈ തവി ഉപയോഗിച്ച് ഭക്ഷിക്കുകയല്ല, പിന്നെയോ അന്യന്റെ വിശപ്പിനെ അടക്കുവാൻ തക്കവണ്ണം അവരുടെ മടക്കുവാൻ പറ്റാത്ത തവികൾ ഉപയോഗിക്കുകയാണ്. തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഈ തവി ഉപയോഗിച്ച് ഭക്ഷണം കൊടുക്കുകയാണ്. ദൈവത്തിന്റെ ജനമേ, എന്റെ മുൻപിലിരിക്കുന്ന അവനെ കാണുന്നതാണ് യഥാർത്ഥ ബലി എന്ന് പറയുന്നത്. യഥാർത്ഥ മിഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ജനമേ, സ്വർഗം തുറന്നു വരുന്നതും ദൈവത്തിന്റെ ജനത്തെ അവിടെ അന്യോന്യം കാണുന്നതും യാഗപീഠത്തിന് മുൻപിൽ, ബലിപീഠത്തിന് മുൻപിൽ ആണ്. യാഗപീഠത്തിന് മുൻപിൽ ഗിദെയോൻ ദൈവജനത്തെ വിളിച്ചത് അന്യോന്യം കാണുവാൻ തക്കവണ്ണമാണ്, ഭയപ്പെടേണ്ട എന്ന് പറയുവാൻ തക്കവണ്ണം. സ്വർഗപീഠത്തിൽ, ദൈവപീഠത്തിൽ, യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഒരു മൃദുസ്വരമുണ്ട് പ്രിയമുള്ളവരെ. അതാണ് ഭയപ്പെടേണ്ട എന്നുള്ള സ്വരം. അതാണ് ദൈവത്തിന്റെ സമാധാനമാകുന്ന സ്വരം. സമാധാനം, യഹോവ ശാലോം എന്ന് പറഞ്ഞുകൊണ്ടാണ് യാഗപീഠത്തിന് അവൻ പേര് നൽകിയത്. പലപ്പോഴും ക്വിസിനൊക്കെ പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഗിദെയോൻ യാഗപീഠത്തിന് നൽകിയ പേര്. മറന്നു പോകരുത്, ഗിദെയോൻ യാഗപീഠത്തിന് നൽകിയ പേര് യഹോവ ശാലോം. സമാധാനത്തിന്റെ ഒരു അനുഭവത്തെയാണ് യാഗപീഠത്തിന് മുൻപിൽ ഗിദെയോൻ ദർശിക്കുവാനായിട്ട് കഴിയും. ചിലർക്ക് റെഫ്യൂസ് ചെയ്യുന്ന ഇടം കൂടിയാണ് പ്രിയമുള്ളവരെ ഈ യാഗപീഠം. ചിലതിനെയൊക്കെ സ്വീകരിക്കുന്ന ഇടം, എന്റെ ഉള്ളിലുള്ള മ്ലേച്ഛതകളെയും മലിനതകളെയും തിരസ്കരിക്കുന്ന, നിഷ്കാസനം ചെയ്യുന്ന ഇടം കൂടിയാണ് ഈ യാഗപീഠം. അവിടെയാണ് സമാധാനത്തിന്റെ കോട്ട കാണപ്പെടുന്നത്, പണിയപ്പെടുന്നത്. ആ കോട്ടയെ തകർക്കുവാൻ ആർക്കും കഴിയില്ല. ബെസേലിയോസിനെയും ഗ്രിഗോറിയോസിനെയും ഒക്കെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ബെസേലിയോസ്, ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെ പെരുന്നാളിൽ എന്റെ പ്രസംഗം ആ പിതാക്കന്മാരെ പറ്റിയായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ബൈസിൽ തന്നെ നമുക്കറിയാം, കപ്പദോക്യൻ പിതാക്കന്മാർ ബെസേലിയോസും, കൈസരിയിലെ ബെസേലിയോസും, നിസ്സായിലെ ഗ്രിഗോറിയോസും, നാസിയാൻസിലെ ഗ്രിഗോറിയോസും, ഈ 3 പേരാണ് കപ്പദോക്യൻ പിതാക്കന്മാർ. കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും ഇരിക്കുന്ന പലർക്കും
സൗന്ദര്യത്തെയും കൂടുതൽ ഉറപ്പിക്കുന്ന ഒരു സുന്ദരമാകുന്ന ഒരു ഉദാഹരണമാണിത്. എന്നാൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതായ ആ പുസ്തകത്തിന്റെ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു: സൗന്ദര്യത്തിന്റെ ഒരു മുഖം. നന്മ എന്ന് പറഞ്ഞാൽ സൗന്ദര്യമാണ്. ഈ സൗന്ദര്യം പ്രാപിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുമ്പോഴാണ് സൗന്ദര്യം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരുക. മിഥ്യാന്യ രാജാക്കന്മാരെയൊക്കെ തുരത്തുവാൻ തക്കവണ്ണമുള്ള ദൈവത്തിന്റെ ആത്മാവ് പരിരസിച്ച ഒരുവനായിരുന്നു ഈ ഗിദെയോൻ. ഏകദേശം നിങ്ങൾ താഴോട്ട് വീട്ടിൽ പോയി വായിക്കണം. 7 അധ്യായങ്ങൾ 300 പരം ആൾക്കാരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ചില രാജാക്കന്മാരെയൊക്കെ തുരത്തി ഇസ്രായേലിൽ മിഥ്യാന്യ ജനങ്ങൾ മിഥ്യാന്യ രാജാക്കന്മാരെയൊക്കെ തുരത്തി സമാധാനത്തെ ഒരു പരിധി വരെ സ്ഥാപിക്കുവാൻ ഗിദെയോന് കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ദൈവത്തിന്റെ ആത്മാവാണ് ഗിദെയോന് ഈ ധൈര്യത്തെ പകർന്നു കൊടുത്തത്. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി അധിവസിച്ച അനേകം സന്ദർഭങ്ങൾ നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നാം കാണുന്നു, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വാസിച്ച ഒരു ഭവനമുണ്ട് പ്രിയമുള്ളവരെ. ഏത് ഭവനമാണെന്നറിയാമോ? പെന്തിക്കോസ്തിയുടെ അനുഭവത്തിൽ ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന ഭവനം. ദൈവത്തിന്റെ ആത്മാവ് പരിരസിക്കുകയാണ്. ഒരു ചങ്ങലയായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പരിരസിക്കുകയാണ്. അഗ്നിനാവുകളുടെ രൂപത്തിൽ. ശിഷ്യന്മാർ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്. വീട്ടിൽ പോയി വായിക്കണം. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അമ്മയായ മറിയവും അവിടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ അമ്മയാകുന്ന മറിയവും അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് മറിയമിലൂടെ ശിഷ്യന്മാരിലൂടെ കൂടെ ഇരുന്നവരിലൂടെ പരിരസിക്കുവാൻ തക്കവണ്ണം ഇടയായി. പെന്തിക്കോസ്തിയുടെ അനുഭവത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പരിരസിച്ചത് സുവിശേഷത്തെ ജനത്തിന് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ധൈര്യത്തെയാണ് ശിഷ്യന്മാർക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായിരുന്നത്. ഹൃദയത്തിൽ ഉയരുന്നതായ പ്രാർത്ഥന ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഇറങ്ങിച്ചേരുന്ന അഗ്നിയാണ് ആത്മാവ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അക്കോലൂതിയ ഓഫ് ദി ഗുഡ്, അക്കോലൂതിയ ഓഫ് ദി സ്പിരിറ്റ്. എന്താ അക്കോലൂതിയ ഓഫ് ദി സ്പിരിറ്റ്? അക്കോലൂതിയ അനുസ്യൂത
ജനത്തെ ഒരു കുടക്കീഴിൽ, ഒരു ദൈവികമാവുന്ന ചിലയിന് കീഴിൽ മറയ്ക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കരുതലിന്റെ ഒരു അനുഭവം. ദൈവ സ്വപ്നത്തിന്റെ പൂർത്തീകരണമാണ് ദൈവാത്മാവിന്റെ പരിവർത്തനം എന്ന് പറഞ്ഞാൽ. എന്താ പറഞ്ഞത്? ദൈവ സ്വപ്നത്തിന്റെ പൂർത്തീകരണമാണ് ദൈവാത്മാവിന്റെ പരിവർത്തനം. ഇത് നമുക്കെല്ലാം സ്വപ്നങ്ങളുണ്ട് പ്രിയമുള്ളവരെ. എപ്പോഴാണ് നമുക്ക് സങ്കടം ഉണ്ടാകുന്നത് അറിയാമോ? നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയാത്ത നിമിഷത്തിലാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? സങ്കടം ഉണ്ടാകുന്നത്, അല്ലേ? ദൈവത്തിന്റെ സ്വപ്നമുണ്ട്, മനുഷ്യനും സ്വപ്നമുണ്ട്. ദൈവത്തിന്റെ സ്വപ്നം പ്ലസ് മനുഷ്യന്റെ സ്വപ്നം കൂടി ചേർന്നുവെങ്കിൽ മാത്രമേ ഒരു ദൈവികമാവുന്ന അനുഭവം നമുക്ക് പറയുവാനായിട്ട് കഴിയുള്ളൂ. ദൈവം ലോകത്തിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചു. സൃഷ്ടിയുടെ ഒരു അനുഭവമുണ്ട്. സൃഷ്ടാവ് ഒരു കാര്യവിചാരകത്വം നടത്തും. സൃഷ്ടിയുടെ അനുസരണവുമുണ്ട്. സൃഷ്ടാവിന്റെ കാര്യവിചാരകത്വവും സൃഷ്ടിയുടെ അനുസരണവും കൂടി ചേരുമ്പോഴാണ് ദൈവത്തിന്റെ കരുതൽ പൂർണ്ണമാകുന്നത്. ഞാൻ പറഞ്ഞു, നമുക്ക് ദുഃഖങ്ങൾ വരുന്നത് സ്വന്തം സ്വപ്നങ്ങൾ പൂവണിയാത്തപ്പോഴാണ്. ക്രിസ്തു ഒരു വിരുന്നുണ്ടാക്കി ചിലരെ ക്ഷണിക്കുന്നുണ്ട്. ആദ്യം വിരുന്നുണ്ടാക്കിയപ്പോൾ ക്ഷണിച്ചു ഒരു മനുഷ്യനെ. അവൻ എന്താ പറഞ്ഞത്? ഞാനൊരു വയൽ വാങ്ങി, എനിക്കതിൽ ഒഴിവാൻ തന്നെ പോകണം, എനിക്ക് എന്തില്ല, സമയമില്ല. വീണ്ടും ക്രിസ്തു പോയി വേറൊരാളെ വിളിക്കുകയാണ്. ആ മനുഷ്യന് കാളുകളുണ്ടായിരുന്നു. ഉടനെ പറഞ്ഞു, എനിക്ക് കാളുകളുണ്ട്, അതുകൊണ്ട് എനിക്ക് കടന്നു വരുവാൻ കഴിയുകയില്ല. വീണ്ടും ക്രിസ്തു പോയി ക്രിസ്തുവിന്റെ വിരുന്നിന് മറ്റൊരാളെ വിളിക്കുന്നു. അവൻ പറഞ്ഞു, വിവാഹമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ, എനിക്ക് വരുവാൻ കഴിയുകയില്ല. ഈ 3 പേരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ക്രിസ്തു ക്ഷണിച്ച 3 പേരുടെയും പ്രത്യേകത സ്വന്തം സ്വപ്നങ്ങൾ പൂവണിഞ്ഞവരായിരുന്നു. ഈ 3 പേരും സ്വന്തം സ്വപ്നങ്ങൾ പൂവണിഞ്ഞ ഈ മനുഷ്യരെ ക്രിസ്തു യഹോവയാം ദൈവം, ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ സ്വപ്നം പൂവണിയുവാൻ തക്കവണ്ണം ക്ഷണിച്ചപ്പോൾ വരുവാനായിട്ട് സമയമില്ല. പക്ഷേ പുറത്തേക്ക് ക്രിസ്തു വിളിക്കുകയാണ്. ആരെ? അംഗഹീനരെ, മുടന്തനെ, അന്ധനെ, എല്ലാരെയും വിളിച്ചപ്പോൾ ക്രിസ്തുവിന്റെ വിരുന്നിലേക്ക് അവർ വരികയാണ്. അന്ധന്റെയും മുടന്തന്റെയും അംഗഹീനന്റെയും പ്രത്യേകത എന്താണെന്ന് അറിയാമോ? സ്വന്തം സ്വപ്നങ്ങൾ പൂവണിയാത്തവരായിരുന്നു അവർ. കാഴ്ചകൾ കാണുവാൻ കഴിയുന്നില്ല, യാത്രകൾ കാണുവാനുള്ള സ്വപ്നം പൂവണിയുന്നില്ല. സ്വന്തം സ്വപ്നങ്ങൾ പൂവണിയാത്ത മനുഷ്യർ ക്രിസ്തുവിന്റെ സ്വപ്നങ്ങൾ പൂവണിയുവാൻ തക്കവണ്ണം ദൈവത്തോട്, ക്രിസ്തുവിനോട് ചേരുകയാണ്. സ്വന്തം സ്വപ്നങ്ങൾ പൂവണിയാതെ ദൈവത്തിന്റെ സ്വപ്നങ്ങൾ ഫലവത്തായി തീരുവാൻ ജീവിതത്തെ മാറ്റിവെച്ചവളായിരുന്നു മറിയാം, അല്ലേ? ഒരു കൊച്ചു ബാലികയ്ക്ക് എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും ഒരു വിവാഹത്തെ പറ്റി ഉണ്ടാകുക? ആധുനിക കാലഘട്ടത്തിലെ ഒരു വിവാഹം എടുത്ത് നോക്കിക്കേ. ഇപ്പോൾ ലൈവ് ഉണ്ടായതുകൊണ്ട് വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് കാണും. വിവാഹത്തിലെ വധുവും വരനും അണിയുന്നതും അണിയിക്കുന്നതും എന്ന് വേണ്ട സർവ്വ കാര്യങ്ങളും എടുത്ത് നോക്കുകയും എന്തൊരു സ്വപ്നങ്ങൾ പൂവണിയുവാൻ തക്കവണ്ണം വളരെ നാളത്തെ മെനക്കേടുകളും വളരെ നാളത്തെ ചിന്തകളുമാണ് ഇതിനു വേണ്ടിയുള്ളത്. സ്വന്തം സ്വപ്നങ്ങൾ പൂവണിയുവാൻ, സാക്ഷാത്കരിക്കുവാൻ ബന്ധപ്പെടുന്നവരാണ് ഞാൻ നിങ്ങളും. മറിയം സ്വന്തം സ്വപ്നങ്ങളെല്ലാം മാറ്റി ദൈവത്തിന്റെ സ്വപ്നം പൂവണിയുവാനായിട്ട് തന്നെ സമർപ്പിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ പരിലസിക്കുവാൻ തക്കവണ്ണം ഇടയായി. ക്രിസ്തു സ്വന്തം സ്വപ്നങ്ങൾ, യഹോവയാം ദൈവത്തിന്റെ സ്വപ്നത്തെ അവൻ മനുഷ്യപുത്രനായിട്ട് ഈ ലോകത്തിൽ നിർവഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സ്വന്തം സ്വപ്നങ്ങൾ മാറ്റി ദൈവ സ്വപ്നം നടത്തുവാൻ തക്കവണ്ണം ശ്രമിച്ച ഒരു ചെറിയ എന്നാൽ വലിയ കുടുംബമാണ് ക്രിസ്തുവിന്റെ കുടുംബം. മറിയവും ജോസഫും ക്രിസ്തു ദൈവത്തിന്റെ ജനമേ. നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടങ്ങളായിട്ട് പരിണമിക്കുവാൻ തക്കവണ്ണം, അല്ലയോ മനുഷ്യ, ദൈവത്തിന്റെ ധൈര്യത്തെ ഗിദെയോനെ പോലെ നീ നേടിയെടുക്കുവാൻ തക്കവണ്ണം ഇടയാണ്. ദൈവത്തിന്റെ ധൈര്യത്തെ ഭയപ്പെടേണ്ട എന്ന വാക്കിലൂടെ നേടിയെടുക്കുവാനിടയാണ്. ദൈവത്തിന്റെ
ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഗിദെയോൻ യഹോവയായ ദൈവത്തിന്റെ ധൈര്യത്തെ നേടിയെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന മനുഷ്യനാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആകാംക്ഷയുടെ ചോദ്യങ്ങൾ അവന്റെ ഉള്ളിൽ നിന്നും കടന്നു വന്നു. ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ചോദ്യങ്ങൾ ആരെയും വേദനിപ്പിക്കുന്നത് ആയിത്തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ആകാംക്ഷയുണ്ടായിരിക്കണം, ആർദ്രതയുണ്ടായിരിക്കണം. പക്ഷേ പരിഹസിക്കുന്ന ചോദ്യങ്ങൾ തള്ളുക എന്ന പുതിയ പുതിയ ശൈലിക എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ജനം ഗിദെയോന്റെ ആകാംക്ഷയുടെ ചോദ്യങ്ങൾ ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന ചോദ്യങ്ങളല്ല, കുറ്റപ്പെടുന്ന ചോദ്യങ്ങൾ എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും. എന്റെ ദൈവമേ, നീ എന്ത് രീതി എനിക്ക് നൽകി എന്നുള്ള നമ്മുടെ ചോദ്യത്തിന്റെ ഡയമെൻഷൻ എന്തായിത്തീരും? ഇത് പരിഹാരം തരണമേ എന്ന ആകാംക്ഷയുടെ ചോദ്യമായി തീരണം. എന്റെ ജീവിതത്തിലെ പ്രതിസന്ധി, എന്റെ ജീവിതത്തിലെ രോഗം, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അതിനെല്ലാം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത എന്റെ ഉള്ളിൽ നിന്നും ആകാംക്ഷയുടെയും ആർദ്രതയുടെയും ചോദ്യങ്ങളായി മാറണം. ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന ചോദ്യങ്ങളായിട്ട് മാറിത്തീരുവാനാണ്. ഗിദെയോൻ എന്ന് പറയുന്ന ഈ ന്യായാധിപൻ ദൈവത്തെ കുറ്റപ്പെടുത്തുകയല്ല. മിദ്യാനിലെ വെച്ച് വേണമെങ്കിൽ ദൈവത്തെ കുറ്റപ്പെടുത്താം. പക്ഷെ ആകാംക്ഷയുടെ ഈ ചോദ്യങ്ങൾ അവന് ധൈര്യം നൽകി. ഒന്നാമതായിട്ട് ദൈവവിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി ആത്മവിശ്വാസം പകരുന്ന ഒരു ധീരതയെ അവനിൽ നാം കണ്ടു. രണ്ട്, യാഗപീഠത്തിലേക്ക് ജനത്തെ അടുപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ധീരത, ധൈര്യം ഗിദെയോന് ഈ ചോദ്യങ്ങളിലൂടെ ലഭിക്കുകയാണ്. മൂന്ന്, ദൈവത്തിന്റെ ആത്മാവ് പകർന്നു കൊടുത്ത ഒരു ധീരതയും ധൈര്യവും ഗിദെയോന് ലഭിക്കുകയാണ്. ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കും ചില ധൈര്യം നേടിയെടുക്കുവാൻ കഴിയട്ടെ. ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് നമ്മുടെ മുമ്പിൽ ദൈവികമാകുന്ന ആർദ്രതയുടെയും അനുകമ്പയുടെയും ആകാംക്ഷയുടെയും ചോദ്യങ്ങളായി പരിരസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഈ യാത്ര ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചിന്താധാരകളുടെ യാത്ര. എവിടെ ഇരിക്കുന്ന ഗിദെയോനെ നമ്മൾ കണ്ടറിയാമോ? മുന്തിരിച്ചക്കിന് അടുത്തിരിക്കുന്ന ഗിദെയോൻ ഇന്ന് ഒരു പ്രദേശത്തെ ഇസ്രായേൽ ജനത്തെ മുഴുവൻ രക്ഷപ്പെടുത്തുവാൻ, മിദ്യാനിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ഒരു മനുഷ്യനായി തീരുകയാണ്. ഈ യാത്ര അവസാനിക്കുമ്പോൾ കേട്ട വചനങ്ങൾ ഹൃദയത്തിൽ മനനം ചെയ്ത് സുഹൃതമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ആ മരണം നടത്തിയ പരിധേയനം. എന്തുകൊണ്ട് എന്റെ ഹൃദയത്തിൽ ഒരു ദൈവപുത്രൻ ജനിക്കുന്നില്ല? ദൈവപുത്രൻ ജനിക്കുവാൻ തക്കവണ്ണം സർവശക്തൻ നമ്മെ വിവേകവും ബോധ്യമുള്ളവരായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. പ്രത്യേകം എന്നെ എവിടേക്ക് ക്ഷണിച്ച ഇടവഴി വികാരി അതിനായി യോജിക്കുകയും ചോദിച്ചു. ഞാൻ വളരെയേറെ ആദരിക്കുകയും പ്രത്യേകം ഒരു റോൾ മോഡൽ പോലെ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു വൈദികന്, പ്രത്യേകിച്ച് ഞാൻ ഏകദേശം 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലെ ഓർമ്മയുള്ള നാൾ മുതൽ അച്ഛന്റെ പ്രസംഗങ്ങൾ കേൾക്കുവാൻ, അച്ഛനെ ഷമാഷനായി മലങ്കര സഭകളിൽ പ്രക്ഷോഭിക്കുന്നത് ഞാൻ ഒരു 5ലോ 6ലോ പഠിക്കുമ്പോൾ മുതൽ കാണുന്നത്. എന്റെ പഴയ ഡയറികൾ, വർഷങ്ങൾ കൊണ്ടുള്ള ഡയറികൾ, ചില ഡയറികൾ എഴുതിയിരിക്കുന്നതിൽ അച്ഛന്റെ പ്രസംഗങ്ങൾ എഴുതിയിട്ടത്, പേരെഴുതി പ്രസംഗങ്ങൾ എഴുതിയിട്ടത് ഞാൻ ചിലപ്പോൾ ഈ ഡയറികൾ മറിച്ചു നോക്കുമ്പോൾ എന്റെ മുൻപിൽ കടന്നു വരാറുണ്ട്. ഈ ദേവാലയത്തെ നിഷ്ഠയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ, അനുഷ്ഠാനങ്ങളിൽ വെള്ളം ചേർക്കാതെ നിഷ്ഠയോടുകൂടി മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള ഒരു പരിശ്രമം അച്ഛൻ ഉണ്ടാകുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ എന്റെ സഹൃത്തിൽ കൂടിയായിരിക്കുന്ന ബന്ധനായ ഒരുമിച്ച് വൈദിക സെമിനാരിയിൽ പഠനം പൂർത്തീകരിച്ചവരാണ്. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ കടന്നു എല്ലാ പ്രിയപ്പെട്ടവരും, പ്രത്യേകം ഈ ദേവാലയത്തിനുള്ളിൽ നിന്ന് വിർച്വൽ ഓൺലൈൻ മീഡിയയിൽ കൂടി ദൂരത്തിൽ നിന്നും ചാരിൽ നിന്നും ഈ വചനങ്ങൾ ശ്രമിച്ചു എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ലഭിക്കുന്നു. സർവശക്തൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി